ഹായ് ഓൾ മൊഡ്യൂൾ 3 സാമ്പിളിംഗ് ടെക്നിക്സ്. ഇപ്പോൾ കുറച്ച് തിയറി പാർട്ടും പ്രോബ്ലം ഒക്കെ ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ്. ഇതുവരെ ചോദിച്ചിട്ടുള്ളത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നീഡ് ഫോർ സാമ്പിളിംഗ്. എന്താണ് സെൻസസിനെ അപേക്ഷിച്ച് സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് സാമ്പിളിംഗ് ക്യാൻ സേവ് മണി ആൻഡ് ടൈം. സാമ്പിളിലാകെ കുറച്ചൊരു ഭാഗം മാത്രമാണ് നമ്മൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അത് കണ്ടക്ട് ചെയ്യാനുള്ള മണി കുറച്ച് മതി, അതേപോലെ തന്നെ സമയവും കുറച്ച് മതി. അതാണ് ആദ്യത്തെ പോയിന്റ് പറയണത്. പിന്നെ പറയണത് എന്താണ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സാമ്പിളിങ് നല്ല അക്യുറേറ്റ് ആണ്. കാരണം മോസ്റ്റ് ജനറലി അത് കണ്ടക്ട് ചെയ്യണത് എക്സ്പീരിയൻസ് ആയ ഇൻവെസ്റ്റിഗേറ്റേഴ്സാണ്, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയ ഇൻവെസ്റ്റിഗേറ്റേഴ്സാണ്. മൂന്നാമത്തെ പോയിന്റ് പറയണത് ഈ പോപ്പുലേഷൻ ഇൻഫൈനൈറ്റ് ആയ കേസിൽ, അതായത് നമുക്കെടുത്ത് പഠിക്കാൻ പോസിബിൾ അല്ല, അങ്ങനത്തെ കേസിൽ ആരാണ് പോസിബിൾ? സാമ്പിളിംഗ് ആണ് പോസിബിൾ. നാലാമത്തെ കേസ് പറയണത് ഇപ്പോൾ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് പോസിബിളായിട്ടുള്ളത്? സാമ്പിളിംഗ് ആണ് പോസിബിളായിട്ടുള്ളത്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് പറയണത് സാമ്പിളിംഗ് യൂഷ്വലി എനേബിൾ ടു എസ്റ്റിമേറ്റ് സാമ്പിളിംഗ് എറർ and thus assist obtaining information concerning some characteristic of population. നമുക്കിതിന് സാമ്പിളിംഗ് എററൊക്കെ കിട്ടും. അതേപോലെ തന്നെ അതുകൊണ്ട് എന്താണ് ഈ പോപ്പുലേഷനെ കുറിച്ച് കുറച്ച് ഐഡിയ നമുക്ക് എന്ത് തരുന്നുണ്ട്? ഈ സാമ്പിളിംഗ് തരുന്നുണ്ട്. ഈ 5 പോയിൻറ്റ്സ് നിങ്ങൾക്ക് എങ്ങനെ പോയാൽ എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ആലോചിച്ചിട്ട് എഴുതാവുന്നതല്ലേ ഉള്ളൂ എക്സാമിൽ. ഇനി അടുത്തത് 2023 കുറച്ച് ഡെഫിനിഷൻസ് മാറി 7 മാർക്കിന് ചോദിച്ചിരുന്നു. അപ്പോൾ അതാണ് നമ്മളിനി നോക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഇതിൽ പറയണത് യൂണിവേഴ്സ് എന്താണ്, പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്. ഇത് ഇതിനേക്കാളും മുന്നേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ KTU കോളേജസ് ഉണ്ടെന്ന് വിചാരിക്കുക. KTUവിൽ അണ്ടറിൽ കുറേ കോളേജസ് ഉണ്ട്, അതൊരു യൂണിവേഴ്സ്. അതിന് നമ്മുടെ റോയൽ കോളേജും ഉണ്ട്, അത് പോപ്പുലേഷൻ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ADയുടെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതെന്താണ്? ഒരു സാമ്പിൾ. അങ്ങനെ ആലോചിച്ചിട്ട് ഇത് പഠിക്കുക. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഐറ്റം ഓർ യൂണിറ്റ് ഇൻ എനി ഫീൽഡ് ഓഫ് ഇൻക്വയറി. അതുപോലെ തന്നെ പോപ്പുലേഷൻ എന്താണ്? നമുക്ക് ഇൻഫോർമേഷൻ എവിടെ നിന്നാണ് വരേണ്ടത് അതിനെയാണ് നമുക്ക് എവിടെ നിന്നാണ് ഇൻഫോർമേഷൻ കിട്ടേണ്ടത് അതിൻ്റെ ടോട്ടൽ ഓഫ് ഐറ്റംസ് അബൌട്ട് വിച്ച് ഇൻഫോർമേഷൻ ഈസ് ഡിസയേർഡ്. അപ്പോൾ സാമ്പിളോ? ഇത് സാമ്പിൾ എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ്റെ ഉള്ളിൽ. അപ്പോൾ യൂണിവേഴ്സ് വലുത്, അതിൻ്റെ ഉള്ളിൽ വരുന്ന പോപ്പുലേഷൻ, അതിൻ്റെ ഉള്ളിൽ വരുന്ന സാമ്പിൾ. ഇനി ഈ പോപ്പുലേഷൻ അതുപോലെ തന്നെ യൂണിവേഴ്സ് നമുക്ക് ഫൈനൈറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം. അടുത്തൊരു ഡെഫിനിഷനാണ് സാമ്പിളിംഗ് ഫ്രെയിം. എലമെൻ്ററി ആയിട്ട് ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, ഒരു ക്ലസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇവരെല്ലാം സാമ്പിളിങ്ങിൻ്റെ ഒരു ബേസിസാണ് പ്രൊവൈഡ് ചെയ്യണത്. ലിസ്റ്റ് ഓഫ് കണ്ടെയ്നിങ് ഓൾ സച്ച് സാമ്പിളിംഗ് യൂണിറ്റ്. ഇങ്ങനത്തെ എല്ലാ സാമ്പിളിംഗ് യൂണിറ്റ് കൂടിയതാണ് സാമ്പിളിംഗ് ഫ്രെയിം. ഇനി അടുത്തത് സാമ്പിളിംഗ് ഡിസൈൻ. ഈ സാമ്പിൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു പ്ലാൻ വേണ്ടേ? ആ പ്ലാൻ മീൻസ് എത്ര ക്വസ്റ്റ്യനെയർ സാമ്പിൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം, എത്ര ക്വസ്റ്റ്യനെയർ വേണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യണം, ആരോടൊക്കെ ചോദിക്കണം, അങ്ങനെ നമുക്കൊരു പ്ലാൻ വേണം. അതാണ് ഈ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. ഡെഫിനിറ്റീവ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ. അടുത്തത് പാരാമീറ്റർ. നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ കണ്ടൊരു സാധനമാണ് മീൻ, വേരിയൻസ് ഒക്കെ. ഇതെല്ലാം എന്താണ്? അതാണ് ഈ പറയണത്. ഈ പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ്. അതായത് പോപ്പുലേഷൻ്റെ മീൻ, പോപ്പുലേഷൻ്റെ വേരിയൻസിനൊക്കെയാണ് നമ്മൾ പാരാമീറ്റർ പറയണത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കോ?
സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാമ്പിൾ മീൻ, സാമ്പിൾ സാമ്പിൾ പോപ്പുലേഷൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങൾക്കറിയാലോ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള ബന്ധം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് വേരിയൻസ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അതേപോലെ തന്നെ സാമ്പിളിങ് എറർ. ഈ സാമ്പിളിങ് എറർ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരും കേട്ടോ. അപ്പോൾ നമ്മൾ വല്ല എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ എഴുതിയാലും മതി. ഇന്നക്കറൻസി ഇൻ ഇൻഫർമേഷൻ കളക്ടർ, അത് സാമ്പിളിങ് എറർ എപ്പോഴൊക്കെ ചെയ്യാം ഉണ്ടാവാം. ഒന്ന് നമ്മുടെ പ്രശ്നം കൊണ്ട് ഉണ്ടാവാം, അതാണ് റെസ്പോൺസ് എറർ. പിന്നെ ചാൻസ് എറർ ഉണ്ടാവാം, ഫ്രെയിം എറർ ഉണ്ടാവാം. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെന്താ പറയണത്, സാമ്പിളിങ് എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ്. അതിന് എന്ത് മനസ്സിലാക്കാം, സാമ്പിളിങ് എറർ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, n കൂട്ടിയാൽ മതി. ഇനി കുറച്ച് നൊട്ടേഷൻസ് നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യണതാണ് നീ കാണാൻ പോണത്. അതായത് പോപ്പുലേഷൻ്റെ സൈസിന് നമ്മൾ ക്യാപിറ്റൽ എന്നും അതിൻ്റെ ഉള്ളിലുള്ള സാമ്പിളിൻ്റെ സൈസിന് സ്മോൾ എന്നും, പോപ്പുലേഷൻ്റെ മീനിനെ മ്യൂ എന്നും അതുപോലെ സാമ്പിളിൻ്റെ മീനിനെ എക്സ് ബാർ എന്നും. ഇനി വേരിയൻസിന് സിഗ്മ സ്ക്വയർ എന്നും സാമ്പിളിൻ്റെ വേരിയൻസിന് എസ് സ്ക്വയർ എന്നും. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പി ക്യാപ്പ് പ്രൊപ്പോർഷൻ നമ്മൾ ബൈനോമിയൽ ഇക്വേഷനൊക്കെ പഠിച്ചപ്പോൾ അവിടെ പി ക്യൂ എന്നൊക്കെ കണ്ടില്ലേ, ആ പീനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷൻ. നമ്മുടെ 4th മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ സാമ്പിളിൻ്റെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ പി ക്യാപ്പ് എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നതായിരിക്കും എന്ത്, പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അതിപ്പോൾ ഈ 3rd മൊഡ്യൂളിൽ മാത്രം നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് വേറെയും 1, 2, 4, 5 ഫോളോ ചെയ്യുന്നത് വേറെ ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് എഴുതിയത്, ഇവിടെ ഉൾട്ടയാണ് എഴുതിയിരിക്കുന്നത്. പി ക്യാപ്പിൻ്റെ പി ക്യാപ്പാണ് പോപ്പുലേഷൻ പ്രൊപ്പോർഷനായിട്ട് എഴുതിയിരിക്കുന്നത്, പി ആണ് സാമ്പിൾ പ്രൊപ്പോർഷനായിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതല്ല അടുത്ത മൊഡ്യൂൾ വരുമ്പോൾ, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതങ്ങനെയൊന്നും എഴുതാൻ വേണ്ടി ചോദിക്കുന്നില്ല, ജസ്റ്റ് നൊട്ടേഷൻസ് ഫസ്റ്റ് ടൈം പരിചയപ്പെടുത്തി തന്നതാണ്. ഈ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ നന്നായി യൂസ് ചെയ്യുന്ന 2 സാമ്പിൾസാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും ടി ഡിസ്ട്രിബ്യൂഷനും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും യൂസ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ n greater than 30. ടി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും യൂസ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ n<30. അപ്പോൾ 30ലും നമ്മൾ യൂസ് ചെയ്യുക ടി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഞാൻ അതിൻ്റെ ഫോർമുല അത് നിങ്ങൾക്ക് അത്രയും പരിചയമായിട്ടുണ്ടാവും. z = x ബാർ മൈനസ് മ്യൂ ബൈ എന്താ ചെയ്യാറാ, σ/√n കാണാറുണ്ട്. പിന്നെ ഇവിടെ z അല്ല ടീന്ന് എഴുതിക്കോളൂ കേട്ടോ. t = x ബാർ മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് എറർ. ഞാൻ എന്താ സ്റ്റാൻഡേർഡ് എറർ എന്ന് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുല ഇടയ്ക്കിടയ്ക്ക് മാറി വരാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാൻഡേർഡ് എററിന് എഴുതി വെച്ചേക്കുന്നത്. സ്റ്റാൻഡേർഡ് എററിൻ്റെ കുറച്ച് ഫോർമുലാസ് നോക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ് എറർ വിത്ത് സിഗ്മ നോൺ. സിഗ്മേനെ അറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എസ് ബാർ മൈനസ് മ്യൂ ബൈ σ/√n. അതങ്ങനെ പറഞ്ഞ് ശീലമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ ഈ സിഗ്മേനെ അറിയില്ല വെച്ചാൽ പോപ്പുലേഷൻ്റെ അറിയില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ലാത്ത കേസിൽ അവിടെ എന്തായിട്ട് യൂസ് ചെയ്യാം, സാമ്പിളിൻ്റെ യൂസ് ചെയ്യാം. ഇനി പി ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് എറർ എന്തായിട്ട് വരും, √PQ/n. ഈ 4ാമത്തെ ഇക്വേഷൻ ത്രൂ ഔട്ട് നമ്മുടെ മൊഡ്യൂളിൽ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്തോളൂ. അതേപോലെ തന്നെ 5ാമത്തെ ഇക്വേഷനും. പിന്നെ നമുക്കറിയേണ്ടത് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മീൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ ഫോർമുലയാണ് എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് z സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതിയാൽ, ലോവർ ലിമിറ്റ് എഴുതുമ്പോൾ എക്സ് ബാർ മൈനസ് z ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ, എക്സ് ബാർ പ്ലസ് z ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കണ്ടുപിടിക്കാൻ അറിയണം, z വാല്യൂ കണ്ടുപിടിക്കാൻ അറിയണം. z വാല്യൂ എവിടെ നിന്നാണ് കിട്ടുക നമുക്ക്, അതിനാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിള്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ
നമ്മുടെ 13ാമത്തെ പേജിൽ എന്ത് കാണും? ഇങ്ങനെ ഒരു ടേബിൾ വാല്യൂ ഫോർ ടി ടെസ്റ്റ് ആൻഡ് സെഡ് ടെസ്റ്റ്. നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സെഡ് ടെസ്റ്റിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, ടി ടെസ്റ്റിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1. ഇനി ഞാൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സംഭവം എത്തുമ്പോൾ അവിടെ പറയും, അവിടെ ടി ടെസ്റ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-2 ആണ്. ഇനി എനിക്ക് ഇതിന്ന് എങ്ങനെ കിട്ടും? അതായത് ഇപ്പോൾ ഇവർ പറയാണ് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ. 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് ആൽഫ എന്താണെന്ന് കണ്ടുപിടിക്കണം. 95% എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 95/100 0.95. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ 1 - 0.95 0.05. ഇവിടെ കണ്ടോ 0.05 കിടക്കുന്നുണ്ടോ? ബോൾഡായി 2 വാല്യൂസാണുള്ളത്. അടുത്ത മൊഡ്യൂളിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് 2 tailed ടെസ്റ്റും 1 tailed ടെസ്റ്റും ഒക്കെ ആവശ്യമുള്ളത്. ഈ മൊഡ്യൂളിൽ എന്താ ആവശ്യമുള്ളൂ? ആ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ ലൈൻ കണ്ടോ, 0.5 0.25 0.2 0.1 0.05 ആ വാല്യൂസൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ. 95% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95/100, അതിൻ്റെ അർത്ഥം 0.95. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? 1 - 0.95 എന്ന് പറയുമ്പോൾ 0.05 എന്ന് കിട്ടും. ഇപ്പോൾ ഈ 0.05ന് നമുക്ക് സെഡിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 1.96. ഇനി എന്ത് ചോദിക്കുക? 90%. 90% എന്ന് പറയുമ്പോൾ 0.9. 0.9. 1 - 0.9 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0.1. അപ്പോൾ ഈ 0.1ൻ്റെ വാല്യൂ 1.0645. ഇങ്ങനെ നമുക്ക് എല്ലാ വാല്യൂസ് ഇങ്ങനെ കണ്ടുപിടിക്കുക. കണ്ടോ, ലാസ്റ്റത്തെ കോളം ഇൻഫിനിറ്റിന്ന്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതാണ് 90%ൻ്റെ 1.645, 95%ൻ്റെ 1.96, 99%ൻ്റെ 2.58. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ സാമ്പിൾ ഓഫ് 50 items ഇൻ എ പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗിവൺ എ മീൻ 52.5. ഫൈൻഡ് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഓഫ് പോപ്പുലേഷൻ മീൻ. കോൺഫിഡൻസ് ഇൻ്റർവെൽ ഓഫ് പോപ്പുലേഷൻ മീനിൻ്റെ ഫോർമുലയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. H⁻ ± Z സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം? σ/√10. അപ്പോൾ H⁻ - Z σ/√10, H⁻ Z σ/√10. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് വായിച്ചിട്ട് അതിന് എന്താ മനസ്സിലായെന്നാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സാം ഹാളിൽ ചെയ്യേണ്ടത്. എ സാമ്പിൾ ഓഫ് 50 items. അവിടുന്ന് സാമ്പിളിൻ്റെ സൈസാണ് പറയുന്നത് 50. അപ്പോൾ സ്മോൾ n എന്ത് കിട്ടി? 50 കിട്ടി. ഇനി പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അപ്പോൾ അത് സിഗ്മയാണ് തന്നേക്കണത്, അത് 16. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് H⁻ എന്ന് പറയുന്നത് 52.5. പിന്നെ നമുക്ക് എന്ത് കാണാം? സ്റ്റാൻഡേർഡ് എറർ = σ/√10. σ/√10. സിഗ്മയുടെ വാല്യൂ 16. 16/√10 = 2.26. അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്താ കിട്ടിയത്? H⁻ - Z⁻ ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ, H⁻ + Z⁻ ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 48.07, 56.93.